ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആ പടത്തിന് ഒരു പോരായ്മയും വരാൻ വഴിയില്ല. നല്ല പടമായിരിക്കും. എന്തൊക്കെ നീ വല്ലതും കണ്ടുപിടിക്കുന്നുണ്ടോ ഇപ്രാവശ്യം? ഇതാരാ? ഒന്നും ചോദിക്കരുത്, എല്ലാ സസ്പെൻസ്. അത് പറഞ്ഞപ്പോൾ ഞാൻ അതിന് ശേഷം 2 മക്കളോടും ഒന്നും ചോദിക്കാറില്ല. ഫോണിൽ വിളിക്കാൻ പോലും എനിക്ക് പേടിയാണ്. കാരണം അവൻ്റെ സംസാരം കേട്ടത് അതമ്മേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്കറിയാം എന്തോ കാര്യമായ തിരക്കിലാണ്, ടെൻഷനിലാണ്. രജനീകാന്ത് സാറിൻ്റെ ഇവിടെ എൻ്റെ മകൻ്റെ ഒരു പടം കണ്ടു. ട്രെയിലർ ആദ്യം കണ്ടത് അദ്ദേഹമാണ്. നമസ്കാരം. ഇന്ന് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ. എൻ്റെ മകൻ പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ ദൈവാനുഗ്രഹം കൊണ്ട് സെൻസറിങ് എല്ലാം കഴിഞ്ഞത് ഇപ്പോൾ ഉടനെ റിലീസാവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റിലീസാവുകയാണ്. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ചിത്രം. അതിപ്പോൾ ലൂസിഫറും അതെ. പക്ഷേ ഇതിനകത്ത് തന്നെ നിർമ്മാതാവായ ശ്രീ ആൻ്റണി പെരുമ്പാവൂർ, എനിക്ക് ആൻ്റണി എന്ന് വിളിക്കാവുന്ന കൊള്ളാം. എൻ്റെ വീട്ടിൽ വളർന്ന ഒരു മകനെ പോലെ തന്നെയാണ് ആൻ്റണി എനിക്ക്. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലാണെങ്കിലും എല്ലാം ഒത്തിരി എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പല വേദികളിലും പല അഭിമുഖങ്ങളിലും ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ ഇതൊക്കെ കേൾക്കുന്ന ഒരു വയസ്സായ അമ്മയല്ലേ, എൻ്റെ ഒരു സന്തോഷം ഞാൻ പറയാതെ അമ്മമാർക്ക് മനസ്സിലാവും. ചിലപ്പോൾ ചെറുപ്പക്കാർക്ക് മനസ്സിലായെന്ന് വരില്ല. അല്ലാതെ എനിക്ക് മനസ്സിലായില്ലെങ്കിലും പ്രശ്നമില്ല. എന്നാലും ഞാൻ പറയുന്നത് അത് എനിക്കൊരു വലിയ സന്തോഷമാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയാനുള്ള ആദ്യത്തെ കാരണം ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. പൃഥ്വി ഒരു പടം സംവിധാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അത് ഹോംവർക്ക് ചെയ്ത ഒരാളാണ്. സത്യം പറയാം, ഫോണിൽ വിളിക്കാൻ പോലും എനിക്ക് പേടിയാണ്. കാരണം അവൻ്റെ സംസാരം കേട്ടത് അതമ്മേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്കറിയാം എന്തോ കാര്യമായ തിരക്കിലാണ്, ടെൻഷനിലാണ്. അപ്പോൾ ഞാൻ ഒന്നുമില്ല മോനെ, അതിങ്ങനെ നാളെ അങ്ങ് ഒന്ന് തിരുവനന്തപുരം വരെ പോവുക എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഠകേന്ന് പറഞ്ഞ് ഞാനങ്ങ് വെക്കും. കാരണം ആ സംസാരവും ചോദ്യത്തിൻ്റെ ഒരു ധൃതിയും കാണുമ്പോൾ നമുക്കറിയാമല്ലോ എന്തുമാത്രം ധൃതിയിലായിരിക്കും മോനിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളത് അത് എൻ്റെ പോളിസി. ഏതായാലും ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞു. അവരെല്ലാവരും നല്ലത് പറഞ്ഞു. മമ്മൂട്ടി പിന്നെ എപ്പോഴും അതെ ഈ പറഞ്ഞതിനോട്ട് മോനെ പറ്റിയും മോൻ്റെ കഴിവുകളെ പറ്റിയും ഒരു പടം മമ്മൂട്ടിയുടെ വരുന്നുണ്ട് നമുക്ക് കൂടെ പറയുന്നുണ്ട്. നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റിൽ കൂടെ വരട്ടമ്മേ ശരിയായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കും ഈ പറഞ്ഞതുപോലെ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ട 2 വ്യക്തികളാണ് മമ്മൂട്ടി മോഹൻലാലും. അപ്പോൾ അവരെ 2 പേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു അഭിമാനവും സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും നല്ലത് പറയുന്നു, സംവിധായകരും നല്ലത് പറയുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതൊക്കെ അതിനകത്തെ ആന്തരിക പ്രശ്നങ്ങളാണ്. അവർക്കാർക്കും എൻ്റെ മകനോട് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യവും അവർക്കാർക്കും ഇല്ല. പിന്നെ സംഘടനയല്ലേ, ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ എല്ലാ സംഘടനയിലും ചില എന്താ പറയുക ഒരു ചെറിയ ചർച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. അത് പറഞ്ഞ് അതൊക്കെ ഇല്ലാതാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ സിനിമാക്കാരുടെ ഇടയിൽ ഭയങ്കര ഘോരമായ വലിയ വഴക്കുകൾക്കൊന്നും വലിയ പുരോഗതി ഉണ്ടാവാറില്ല. ഇതുകൊണ്ടാണ്. കാരണം ഈ പറഞ്ഞ പോലെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ എല്ലാവരും ചോദിക്കും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എന്നും അവിടെ വരുമെന്ന്. എന്ത് മണ്ടത്തരമായി ചോദിക്കുന്നത്? അവരുടെ പേരെന്തുകൊണ്ടാണ് അമ്മയുടെ തലപ്പത്ത് അവരെപ്പോഴും നമ്മൾ പറയുന്നത്? ആ പേരുകൾ അവിടെ ഉണ്ടെങ്കിൽ ആ സംഘടനയ്ക്കാണ് ബലം. അവർ വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ആരാണ് ആ സംഘടന? അയ്യോ മോഹൻലാൽ സാറൊക്കെയാണ് അല്ലേ, അപ്പോൾ നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ, ലാലേട്ടന് വല്ലതും തോന്നുമോ, മമ്മൂക്കയ്ക്ക് വല്ലതും തോന്നുമോ, അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ആ ചിന്തിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ അതിൻ്റെ തലപ്പത്തുണ്ട്. അത് ബാക്കിയുള്ളവരങ്ങ് പറയും. അല്ലാതെ അവരൊന്നും ആ ആഫീസിൽ കയറി ഇരുന്ന് ഫയൽ നോക്കാനൊന്നും പാവം അവർക്കൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ അവരറിയാനൊരല്പം വൈകും, ചിലത് അപ്പോഴറിയും. എമ്പുരാനെക്കുറിച്ച് ഇങ്ങനെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെന്നെ ഇങ്ങനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പം എനിക്ക് എന്തോ ഒരു വിശ്വാസമുണ്ട് നിങ്ങളെല്ലാവരും ആ പടം കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ പടം തീർച്ചയായിട്ടും. കാരണം അത്രയും കഷ്ടപ്പാട് എൻ്റെ മകന് സംവിധായകൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കണക്കില്ലാതെ എല്ലാ സൗകര്യങ്ങളും പൈസയുടെ കണക്ക് നോക്കാതെ ചെയ്ത് ഏർപ്പാട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രൊഡ്യൂസർ ആൻ്റണി, അതിൻ്റെ കൂടെ അതിനൊക്കെ ഉപരിയായിട്ട് രാപകൽ ഉറക്കം പോലും ശരിയല്ലാതെ സഹകരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു നായകനും. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആ പടത്തിന് ഒരു പോരായ്മയും വരാൻ വഴിയില്ല. നല്ല പടമായിരിക്കും. രജനീകാന്ത് സാറിൻ്റെ ഇവിടെ എൻ്റെ മകൻ്റെ ഒരു പടം കണ്ടു. ട്രെയിലർ ആദ്യം കണ്ടത് അദ്ദേഹമാണ്.
ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. ഞാനെന്നും ആ വാക്കുകളൊരു തിഥി പോലെ സൂക്ഷിക്കും എന്ന്. എൻ്റെ മോനൊന്ന് പോയി കാണാനും അദ്ദേഹത്തിനെ കൊണ്ട് ട്രെയിലർ കാണിക്കാനും ഒക്കെ തോന്നിയല്ലോ. അതൊരു ദൈവാധീനമായിട്ട് ഞാൻ കാണുക. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. മാറി നിന്ന് ചീത്ത വിളിക്കുന്ന ഒരു രീതിയല്ല അത്. പ്രത്യേകിച്ച് എനിക്ക് പണ്ട് അതെ തമിഴ്നാട്ടിൽ ജീവിക്കുമ്പോൾ ഞാൻ പറയും, നമ്മുടെ ആൾക്കാർക്കാണല്ലോ ഒരുത്തൻ അതായത് നമ്മൾ അരി വാങ്ങിച്ചില്ലെങ്കിലും സാരമില്ല, അപ്പുറത്തുനിന്ന് കഞ്ഞി വെച്ചെന്ന് അറിഞ്ഞാൽ മതി. അതാ നമ്മുടെ ആൾക്കാരുടെ രീതി. പക്ഷേ അവിടെ അതല്ല കേട്ടോ. അവിടെ കുറേ കൂടെ നമുക്ക് ഒരു വിഷമം വന്നാലും ഒരു സന്തോഷം വന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക, സംസാരിക്കുക. എപ്പടി ഇരിക്കുക കുഴഞ്ഞ നല്ല ഇരിക്കുക, ഇന്ദ്രനെങ്കെ പൃഥ്വി എങ്കെ. നമ്മുടെ നാട്ടുകാർക്ക് അത് ഉള്ളിലുണ്ടെങ്കിൽ അതൊന്ന് പ്രകടിപ്പിക്കാനൊരു ഇച്ചിരി മടിയുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ വേറെ ലക്ഷ്മിപ്രിയ ഒരു അഭിപ്രായം, ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് ഏതാണ്ട് ഒരു 2 കൊല്ലമായി കാണും. പക്ഷേ എന്നാലും ഞാൻ കണ്ട സമയങ്ങളിലെല്ലാം വളരെ പ്ലസൻ്റായിട്ട് ചുറുചുറുക്കോട് ഓടി നടക്കുന്ന ഒരു കുട്ടി 1-2 സീരിയലിലോ എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ എന്നോട് അടുപ്പവും വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള, ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് എന്നെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കാണേണ്ട പലരും ഉണ്ടെങ്കിലും ആരും ഒന്നും പറയാത്ത കാര്യങ്ങളൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് വായിച്ച് ഞാൻ ആലോചിച്ചു, അയ്യോ ഈ ലക്ഷ്മിപ്രിയ ഇപ്പം എവിടെ ഐശ്വര്യ, ഒരുപാട് കാലമല്ലേ ഞാൻ കണ്ടിട്ട് എന്നെനിക്ക് തോന്നി. അപ്പം ഇതിനകത്ത് ഒരാളെ എന്നെ പൊക്കണമെന്നല്ല പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, നമുക്കൊരു കാര്യം ഒരു അഭിപ്രായം തോന്നുമ്പോൾ അത് തുറന്നു പറയാനൊരു വിശാല മനസ്സതയും കൂടെ വേണം, അല്ലെങ്കിൽ പറ്റത്തില്ല. ബാക്കിയുള്ളവരൊക്കെ ഞാൻ ആനയാ അമ്പാരിയാ മറ്റേതാ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുന്ന കാണാം ഇൻസ്റ്റാഗ്രാമിലും റീലിലും അവിടെ ഇവിടെയൊക്കെ. പക്ഷെ അതൊക്കെ നല്ല കാര്യം. അതിലൊക്കെ ഉപരിയായിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് വളർന്ന് വന്ന് ഇപ്പം എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. 70ാമത്തെ പിറന്നാളായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രായമായ എനിക്ക് ഇരുന്നിട്ടിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ലത് പറയുകയും അതും പ്രഗത്ഭരും പ്രശസ്തരും ലോകമെമ്പാടും ആരാധകരുള്ളവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ കൂടുതൽ എന്താ ഒരു അമ്മയ്ക്കൊരു സന്തോഷം വേണ്ടത്. അപ്പോൾ പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേച്ചിക്ക് ഇത്രയും വയസ്സായത് ഒറ്റ നോട്ടത്തിൽ തോന്നില്ല. അത് തോന്നും, കുറച്ച് സൂക്ഷിച്ച് നോക്കിയാൽ തോന്നും. പക്ഷേ പെട്ടെന്ന് തോന്നാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിനെ വന്നൊരു സന്തോഷമാണ്. കൂടുതൽ അലട്ടുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തുവാ അലട്ടാനായിട്ട്. ഈ പറഞ്ഞതിലൂടെ ഭഗവാൻ എൻ്റെ സുഹൃത്തിനെ കൊണ്ടുപോയതാണ് എനിക്ക് തലയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി. അതിനുശേഷം എൻ്റെ കുഞ്ഞുങ്ങളെന്നെ അതുപോലെ നോക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പുറത്തുള്ളവരെന്തോ പറയട്ടെ, ഞങ്ങളുടെ കുടുംബം എന്താണെന്ന് ഞാനിപ്പം ഫ്രെയിം ചെയ്തല്ലേ റീലെടുത്തിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോകും. അത്രയും സന്തോഷവും സമാധാനവും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, എമ്പുരാൻ കാണണം. അത് രജനി സാർ കാണുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ കമലഹാസൻ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന വേറൊരു നടൻ. അദ്ദേഹത്തിനോട് ഞാൻ ഒരുപാട് പടങ്ങളിലും ഒരു 6-7 പടങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സെറ്റിലൊക്കെ തമാശ പറയുകയും ഒരു വലിയ നടനെന്നും പറഞ്ഞ് മാറിയിരിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല കമലഹാസൻ സാറും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ കാണണം. കണ്ടിട്ട് രാജു എന്തുമാത്രം അതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, ചുമ്മാ അല്ല മല്ലിക ചേച്ചി വീട്ടിൽ ഇരുന്ന് ഈ പ്രാർത്ഥിക്കുന്നത്, ഈശ്വര ഇങ്ങനെയൊക്കെ എടുത്ത് പടം എടുക്കുക. എനിക്കെന്തെല്ലാം ഗുജറാത്തിൽ ചെന്നപ്പോൾ അവിടെ മഴ പെയ്തെന്ന് കേട്ടപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി വിടത്തില്ല. നമ്മൾ പോയി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ എൻ്റെ കുഞ്ഞിൻ്റെ വർക്ക്, മോഹൻലാലിൻ്റെയൊക്കെ ഡേറ്റ് അറിയാമല്ലോ, അവർക്കൊക്കെ എന്തോ ഒരു തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ സമയത്തിന് പടം തീർക്കണം. ഇന്നിപ്പോൾ ഞാൻ എന്താ ഈ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി എൻ്റെ കുടുംബത്തിൽ ഹരിപ്പാടാണ് എൻ്റെ സ്വദേശം. എല്ലായിടത്തും പോയി ഭഗവാനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാവരും അവിടെ കിടക്കുക, വയസ്സായി, എപ്പോഴും ഓടി വരാനും പറ്റത്തില്ല. എങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിട്ട് വരട്ടെ ഭഗവാനെ. അത് അവനെ സ്നേഹിക്കുന്ന അവൻ്റെ ആരാധകർ ഒരുപാട് ചെറുപ്പക്കാർ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അതുപോലെ എനിക്ക് എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് നല്ല ഗ്രൂപ്പൊക്കെ ഉണ്ട്, കൂൾ ലീഡേഴ്സൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പാണ് അത്. കോട്ടൺ ഹില്ലും വിമൻസ് കോളേജും ഒക്കെ ഉണ്ടത് തിരുവനന്തപുരത്തെ, അതുണ്ട്. പിന്നെ ഒരുപാട് മലയാളികൾ, എനിക്കതാണ് ഈ UK, ഓസ്ട്രേലിയ, അമേരിക്ക, ഗൾഫാണ് ഏറ്റവും കൂടുതൽ. അവിടെ നിന്നൊക്കെ എനിക്കിങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വരാ ഇതിൽ ഒരു 60% പേരെന്നെ കണ്ടിട്ട് പോലും ഇല്ല. ചേച്ചിയുടെ മറ്റേ ഇൻ്റർവ്യൂ കണ്ടു, മോൻ്റെ ഇത് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ വെച്ച് മെസ്സേജ് അയക്കുന്നവരാണ്. അവർക്ക് പോലും ഞാൻ നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ചില ദിവസങ്ങളിൽ കറക്റ്റായിട്ട് അയക്കാൻ പറ്റില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴെങ്കിലും ഞാനൊരു മറുപടി എന്തെങ്കിലും ഒന്നിടും. ഞാൻ എമ്പുരാന് എല്ലാവരും കാണുക എന്നുള്ളത് ഈ അമ്മയുടെ വിനീതമായ ഒരു അപേക്ഷയാണ്. കാരണം അധ്വാനം, ആത്മാർത്ഥത, ജോലിയിലുള്ള ആത്മാർത്ഥത, അത് ഒരാൾ മാത്രമല്ല,
അതുമായിട്ട് സഹകരിച്ച പ്രധാന നടൻ മുതൽ ഇങ്ങ് വന്ന് പ്രൊഡക്ഷൻ ടീം വരെ അതുപോലെ ആത്മാർത്ഥമായിട്ട് രാജുവിൻ്റെ കൂടെ നിൽക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ കഷ്ടപ്പാടും ഇതെല്ലാത്തിനും കൂടെ ചേർത്ത് നിങ്ങൾ നൽകാൻ പോകുന്ന അംഗീകാരമാണ് ഏറ്റവും വലിയ അവാർഡ്. അതെനിക്കൊന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ കാണണമെന്ന് പറഞ്ഞ ഈ പടത്തിനകത്ത് നിങ്ങൾക്കറിയാം, പൃഥ്വിരാജ് സംവിധായകൻ, ഒരു നടനുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്, വേറെ ആരുമല്ല, എൻ്റെ മൂത്ത പൊന്നുമോൻ ഇന്ദ്രജിത്ത് ഗോവർദ്ധൻ. ഞാൻ മോനോട് 2 ദിവസം ഉപയോഗിച്ച്, മോനെ ഗോവർദ്ധൻ എന്തൊക്കെയാണ് മോനെ, ആരാ പുള്ളികളെന്നറിയാം, എന്തൊക്കെയാണ് നീ വല്ലതും കണ്ടുപിടിക്കുന്നുണ്ടോ ഇപ്രാവശ്യം ഇതാരാ, ഒന്നും ചോദിക്കരുത്, എല്ലാം സസ്പെൻസാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് ശേഷം 2 മക്കളോടും ഒന്നും ചോദിക്കാറില്ല. പിന്നെ ജനറലായിട്ട് വല്ലതൊക്കെ പറയും, ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീഫൻ നെടുമ്പള്ളിയെ കണ്ടെങ്കിൽ ഇത്തവണ അമ്മയ്ക്ക് ഖുറേഷി എബ്രാഹിമിനെ കാണാം എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരുത്തരും ഭയങ്കര സസ്പെൻസാണ്. ഞാൻ പറഞ്ഞു, ദൈവമേ ഇതെന്ത് ചെയ്യും മക്കൾ പോലും. ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറയാൻ വേണ്ട, അത് അമ്മ പാവമാണ്, അമ്മൂമ്മയുടെ സ്വഭാവമാണ്, എവിടെങ്കിലും വെച്ച് അമ്മ വിളിച്ചു പോവുമെന്ന് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് പറയട്ടെ. അങ്ങനെ എൻ്റെ ഗോവർദ്ധനുമുണ്ട് ഇന്ദ്രനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ ഖത്തറിലൊക്കെ പോകുമ്പോൾ ഒത്തിരി പേര് പറയും ചേച്ചിയുടെ കൂടെ, അത് സത്യം കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്നത്, മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂവിലും നിങ്ങൾ കാണാം, ഞാനും ഇന്ദ്രനും ഒരുപാട് സംസാരിക്കും. സുഹോട്ടനും രാജുവും ചോദ്യങ്ങൾക്ക് മാത്രം ഇല്ല ഉത്തരം പറയുന്ന ആളാണ്. അത് ഒരു ഇഷ്ടക്കേട് കൊണ്ടല്ല. രാജു കൂടുതലും ഒരു അച്ഛൻ്റെ മകനായിട്ട് തന്നെയാണ് ജീവിക്കുമ്പോഴും, എപ്പോഴും സുഹോട്ടനുമായിട്ടായിരിക്കും. ഇന്ദ്രനാണെങ്കിലും ഇന്ദ്രൻ കുറേ കൂടെ എൻ്റെ രീതികളുണ്ട്. അപ്പോൾ എനിക്ക് ഉണ്ടാകണൊക്കെ കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്ന്, ചേച്ചിയെ ഞാനേ അരിപ്പാട്ടുകാരൻ, അരിപ്പാട്ട് എവിടാന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങും. പിന്നെ അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു കയറിക്കിടന്നിട്ടുള്ള ഒരു സംസാരം അല്ലെങ്കിൽ അന്വേഷിക്കുക, അത് രാജുവിന് വലിയ വശമില്ല. അവൻ ശരി, എൻ്റെ അമ്മയുടെ നാടാണ് ഹരിപ്പാട്, ഇത്രയൊക്കെ പറയും, അല്ലാതെ മിണ്ടാതിരി. അതിൽ നിന്നൊക്കെ പക്ഷേ ഒത്തിരി മാറി കേട്ടോ, ഇപ്പോഴും ഒരുപാട് മാറി. പാവം, അവനും ജോലി ചെയ്ത് ഒരുപാട് പേരെ കാണാനും എടുക്കാനും ഈ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് അറിയുന്നത് എത്രയോ പേര് നമ്മൾ അറിയാൻ വയ്യാത്തവർ നമ്മളെ കാണാൻ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, കുഞ്ഞുങ്ങൾ. ഞാൻ ഒരു ദിവസം എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ഞാൻ മോഹൻലാലിനും മോനും ഒക്കെ അയച്ചു കൊടുത്തു. 3 വയസ്സുള്ള ഒരു കുഞ്ഞ് ഞാൻ അഭിനയിച്ച ബ്രോഡാഡിയിലെ വേഷം അഭിനയിച്ച് കാണിക്കും. മീമു എന്ന് വെച്ചാണ് കൊച്ചിൻ്റെ പേര്, ശരിക്കുള്ള പേര് ഞങ്ങളങ്ങനെയാണ് വിളിക്കുന്നത്. എൻ്റെ പൊന്നെ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോ നീട്ടിപ്പിടിച്ച ഡയലോഗൊക്കെ നല്ല സുന്ദരമായിട്ട് കാണാതെ പഠിച്ച് പറയുന്നത്. ഇപ്പോഴും വലിയ നായികമാർക്ക് പറ്റുന്നില്ല സീരിയലിൽ എൻ്റെ കൂടെ അവർ, സോറി എന്തോന്ന് ചേട്ടാന്ന് ചോദിക്കുന്നത്. അത് ആ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ മാറി ഒരുപാട് ജന്മന നമ്മൾ കാണാറില്ലേ, ഒരു സംഗീത റിയാലിറ്റി ഷോ വരട്ടെ, ഒരു അഭിനയത്തിൻ്റെ വരട്ടെ, അല്ലെങ്കിൽ ഒരു ക്വിസ് വരട്ടെ, എന്താ മിടുക്കര് കുട്ടികളുടെയൊക്കെ ബുദ്ധിയും വിവരമൊക്കെ പഴയ രീതിയൊന്നുമല്ല. ഈവൻ ഇന്ദ്രൻ്റെ ഇളയ മോള് നക്ഷത്ര, അവളാണ് എൻ്റെ വലിയ പെറ്റാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും എന്ത് വേറൊരു ലെവലിലാണ് അവരൊക്കെ സംസാരിക്കുന്നതൊക്കെ. നമ്മളൊക്കെ ആ പ്രായത്തിൽ അച്ഛൻ്റെ അടുത്ത് കളിപ്പാട്ടം വേണം, മറ്റേ ബൊമ്മ വേണം, ഗിമ്മ വേണം നടക്കുന്നതല്ലാതെ ഇപ്പോൾ അത് വല്ലതും ആണോ? അപ്പോൾ അതൊക്കെ മാറി. അമ്മൂമ്മേ ഇതൊന്നും വേണ്ട അമ്മൂമ്മേ, അയ്യേ എന്നൊക്കെ പറയുന്ന രീതിയാണ് ഇപ്പോഴും. അപ്പോൾ അത് കാരണം ഞാനതിവിടെ പറയുമായിരുന്നു. ഗോവർദ്ധനുണ്ട് ഈ പറയുന്നതിന് എമ്പുരാനിൽ, എൻ്റെ ഗോവർദ്ധനും എൻ്റെ സെയ്ദ് മസൂദ് അല്ലേ, 2 പേരും ഉണ്ട്. അഭിനയിക്കുന്നുണ്ടല്ലോ രാജു. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് കഥാപാത്രമായിട്ടും കാണാം. പിന്നെ എമ്പുരാൻ എന്ന് പറയുന്നത് ലോകമെമ്പാടും അറിയുന്ന ഒരു സിനിമയായിട്ട് മാറണേ ഈശ്വര എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.